ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീട്ടിലിട്ട് ബിസിനസ് ചെയ്യുന്നത് കണ്ട് ഞാൻ അതിന്റെ ലാഭവിഹിതം ചോദിച്ചു. അയാൾ തന്നില്ല. അയാളെന്ന് പറഞ്ഞ സ്വന്തം ഭർത്താവ്. ഓ, അത്രയ്ക്ക് ദിവ്യമായിരുന്നു ദാമ്പത്യം. എന്നിട്ട് ബാക്കി പറയാമേ. ലാഭവിഹിതം തരാത്തത് കൊണ്ട് എനിക്കത് അത്ര പിടിച്ചില്ല. അന്ന് അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഭയങ്കര തിരക്ക്. ഇയാളുണ്ടാക്കിയ പായസത്തിൽ മുഴുവൻ ഞാൻ സോപ്പ് ഓടിയലക്കി. പായസം കുടിക്കുന്നവര് വയറും പൊത്തി പിടിച്ച് കാടും പറമ്പും തിരക്കി ഓടി. ഒടുവില് പായസം പിള്ളയെ നാട്ടുകാർ മുഴുവൻ അലക്കി. മനസ്സിലായില്ലേ? ഈ കിളവ് ഏത് വകുപ്പായിരുന്നു? എന്റെ അച്ഛനോട് ഈ ദ്രോഹമൊക്കെ ചെയ്ത ഇവരെ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? എന്നോട് കളിക്കുന്ന ആർക്കും ഈ കഥ ഒരു ഗുണപാഠമായിരിക്കും. എന്നുവെച്ചാ നമ്മളെല്ലാവരും ഇവര് ഒതുക്കൂന്നല്ലേ അതിന്റെ അർത്ഥം? ഷോപ്പിംഗും കഴിഞ്ഞാണല്ലോ രണ്ടുപേരുടെ വരവ്. ഇന്നൊരു സന്തോഷമുള്ള ദിവസങ്ങളെ. ഇത് ഐശ്വര്യനുള്ള ഡ്രസ്. താങ്ക് യു. ഇത് മാമന്റെ ഐശ്വര്യന് സ്വീറ്റ്സ്. താങ്ക് യു അമ്മാവ. ഇത് എല്ലാവർക്കും ഉള്ളതാ. അങ്കിളിനും രാധമ്മയ്ക്കും പ്രിയച്ചിക്കും ചേട്ടനും എല്ലാം. അയ്യോ, വേറെ കാര്യം പറയാൻ മറന്നു. ഇത് ഞങ്ങളുടെ വല്യമ്മയ്ക്ക്. അയ്യോ, സാരി. അത് കൊടുത്തോണ്ട് അവർക്കിട്ട് ആവോളം വേല വെച്ചോ. അല്ല, മക്കള് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കൊറേ നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്. ഞങ്ങളെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. വരുതു. മുണ്ടക്കലമ്മേ, ഇണപ്രാവുകള് പറന്നു വന്നിട്ടുണ്ട്. അവര് രണ്ടുപേരും തമ്മില് കൂടുതൽ അടുക്കാനോ സംസാരിക്കാനോ പാടില്ല. അവര് തമ്മില് ബദ്ധശത്രുക്കളായി മാറിയ അത്രയും നല്ലത്. അത് ഞാൻ ഏറ്റു. ഇത് ഞാൻ കലക്ക് കൈ തരാം. എന്റെ ശിങ്കിടി മുണ്ടൻ ദൈവത്തെ ഞാനൊന്ന് ധ്യാനിച്ചോട്ടെ. അമ്മയ്ക്ക് ഫോൺ വയ്ക്ക്. രണ്ടിനും തമ്മിൽ അകറ്റാൻ എന്താ ഒരു വഴി?